സഭ ഈ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തോതിൽ UDF സഹായകരമായി വർത്തിച്ചു എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത്തവണ ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ ഏകീകരിക്കുകയും അത് UDF ലഭിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയുടെ അവസാന പിക്ചറൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ നേരത്തെ പരിഗണിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടിരുന്ന പേരുകളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ പേരുകളിലേക്ക് പോകേണ്ടതായി വന്നു. അവിടെ VD സതീശൻ തന്നെ അക്കാര്യം സൂചിപ്പിച്ചു. കഴിവുള്ള പലർക്കും ഇടം ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്തായിരുന്നു പിന്നീടുള്ള മാനദണ്ഡം എന്നത് സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകൾ സംബന്ധിച്ചും സമ്മർദ്ദമുണ്ടാകുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുക എന്നത് കോൺഗ്രസിന് സാധ്യമല്ലാത്തൊരു സാഹചര്യം കൂടിയാണല്ലോ ഉള്ളത്. കാരണം ഈ വിഭാഗങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ലേ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കൂ. അഭിലാഷ്, ശരിക്കും UDF മന്ത്രിസഭ വരുമ്പോൾ എല്ലാ ജാതിമത സംഘടനകളും അവകാശവാദവുമായി രംഗത്ത് വരുമെന്ന് പണ്ടുമുതൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ VD സതീശൻ തികഞ്ഞ വർഗീയ വിരുദ്ധ നിലപാട്, അങ്ങനെ അത്തരത്തിൽ ആരുടെ മുന്നിൽ മോശാനിച്ച് നിൽക്കില്ല എന്ന കടുത്ത നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ ഒരു കയ്യടി കൂടി നേടി അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയാണ്. പക്ഷേ നമുക്കറിയാം, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ചകൾ, ഈ വകുപ്പ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ശിവഗിരി മഠമൊക്കെ തങ്ങൾക്ക് 9 MLA-മാർ തങ്ങളുടെ സമുദായത്തിൽ നിന്നുണ്ട്, 6 പേരെ തരണം. മലയോര സഭ അവരുടെ ആവശ്യം, SC/ST വിഭാഗങ്ങൾ, വിവിധ SC/ST വിഭാഗങ്ങൾ, നാടാർ സമുദായം, ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ, ഓർത്തഡോക്സ് സഭയൊക്കെ ചാണ്ടിയുമ്മന് ഇത് നൽകാത്തതിൽ വലിയ അമർശമുണ്ട്. എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന, ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന NSS-ഉം SNDP-യും അവരൊക്കെ ഓരോ സാമുദായിക സംഘടനകളായി വരി നിന്ന് എന്ന വണ്ണം UDF-ന് മേൽ മുഖ്യമന്ത്രിക്ക് സമ്മർദ്ദം ചെലുത്തുകയാണ്. തങ്ങളുടെ സമുദായങ്ങളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം. പലപ്പോഴും CPM-ഉം ഇത്തരം സമുദായ സംഘടനകളുടെ വാക്ക് കേൾക്കാറുണ്ടെങ്കിൽ പോലും ആ CPM സർക്കാരുകൾ വരുമ്പോൾ അങ്ങനെ ഒരു കടുത്ത ആവശ്യമോ അല്ലെങ്കിൽ നൽകിയില്ലെങ്കിൽ കടുത്ത വിമർശനമോ ഒന്നും ഒരു കോണിൽ ഉയർന്നു വരാറില്ല. VD സതീശന്റെ കാലത്ത് അതൊക്കെ മാറുമെന്നായിരുന്നു പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴും കാര്യങ്ങൾ മാറുന്നില്ല. UDF സർക്കാർ വരുമ്പോൾ ഇങ്ങനെ സമ്മർദ്ദ ശക്തിയാകാൻ ഓരോ ജാതി മത വിഭാഗവും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടത് സർക്കാരുമൊക്കെ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് തന്നെയാണ് സംസ്ഥാനത്തെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്. അവർ അങ്ങനെയല്ലെന്ന് പറഞ്ഞാലും അതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതുപോലൊരു സമ്മർദ്ദ നീക്കങ്ങൾ ഒരിടത്തും കാണുന്നില്ല. പരസ്യമായെങ്കിലും കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഇടത് സർക്കാരുകൾ ഭരിക്കുമ്പോഴുണ്ട്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ വീണ്ടും അതേ സാമുദായിക സംഘടനകൾ, സാമുദായിക ശക്തികൾ ശക്തമായി തന്നെ പരസ്യമായി തന്നെ രംഗത്ത് വരികയാണ്. അത് കോൺഗ്രസിനെ ചെറിയ രീതിയിലൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്, വലിയ രീതിയിൽ അവരെ അത് പ്രതിസന്ധിയിലും സമ്മർദ്ദത്തിലും ആക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിലുമൊക്കെ തർക്കങ്ങളുടെ പ്രധാന കാരണം അതുതന്നെയാണ്. അത് എങ്ങനെ പരിഹരിക്കുമെന്ന ചർച്ച കോൺഗ്രസിൽ ശക്തമാണ്, സജീവമാണ്. ഇന്ന് ഉച്ചയ്ക്കെങ്കിലും ഈ പട്ടിക പോർട്ട്ഫോളിയോ ഗവർണർക്ക് കൈമാറുമോ എന്നാണ് അറിയേണ്ടത്. യെസ്, അതോടൊപ്പം ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് ഈ ഇപ്പോൾ നിലവിൽ പറയുന്ന ഉന്നത വിദ്യാഭ്യാസം അതിപ്പോൾ റോജിക്ക് നൽകും എന്നുള്ളതാണ് ഒരു ഏകദേശ ധാരണ. അത് മാറ്റുമ്പോൾ സ്വാഭാവികമായും റോജിക്ക് മറ്റൊരു വകുപ്പ് നൽകേണ്ടതായി വരും. ഒരുപക്ഷെ മൊത്തത്തിലുള്ള ഈ ഘടന അതിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആഭ്യന്തരം പോലെയുള്ള വകുപ്പുകൾ, ധനകാര്യം പോലെയുള്ള വകുപ്പുകൾ, ആരോഗ്യം പോലെയുള്ള വകുപ്പുകൾ, അതിലേക്കൊക്കെ നിശ്ചയിക്കപ്പെട്ട പേരുകളുണ്ട്. VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും. അത്തരം വകുപ്പുകളിലൊന്നും പ്രകടമായൊരു മാറ്റം ഉണ്ടാകില്ല എങ്കിൽ പോലും ഈ വകുപ്പുകൾ മാറുക, ഘടകകക്ഷികൾക്ക് വകുപ്പുകൾ മാറ്റി നൽകുക എന്ന് പറയുമ്പോൾ പൊതുവിൽ ഒരു പിക്ചർ മാറിപ്പോകുന്നൊരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്ന രീതിയാണോ കാണുന്നത് അരുൺ? തീർച്ചയായിട്ടും ചില മന്ത്രിമാരുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകും. ഇപ്പോൾ ലിജുവിന് എക്സൈസ് വകുപ്പ് തന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതാണ്. പക്ഷേ എക്സൈസ് ലിജുവിന് ഇപ്പോഴും നൽകുന്നു. പകരം മറ്റു വകുപ്പുകളുടെ കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. PC വിഷ്ണുനാഥിനെ പല വകുപ്പുകൾ പരിഗണിച്ചാണ് ഒടുവിൽ സിനിമ സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ സഹകരണ വകുപ്പും ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിലും സമാനമാണ്. പലയിടത്തും റോജിയെ മുൻകൊണ്ട് സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസം ലീഗിന് കൊടുക്കേണ്ടി വന്നാൽ റോജിക്ക് പകരം വകുപ്പ് കണ്ടെത്തണം. അങ്ങനെയല്ല മറ്റേതെങ്കിലും മന്ത്രിയുടെ വകുപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികം അവിടെ ഒരു ഷഫിളിന്റെ സാഹചര്യമുണ്ട്. അത് അത്ര ചെറുതല്ലാത്തൊരു പ്രതിസന്ധി UDF ഉണ്ടാക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാം ഒരു തർക്കവുമില്ലാതെ വളരെ വളരെ പെട്ടെന്ന് ഇത്രയും റെക്കോർഡ് വേഗത്തിൽ എവിടെയെന്ന് ഇന്നലെയും അദ്ദേഹം ചോദിച്ചു. പക്ഷെ ഇങ്ങനെ ചില തടസ്സങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ളതുപോലെ തടസ്സങ്ങൾ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് ഉണ്ട് എന്നത് വസ്തുതയാണ്. കോൺഗ്രസിന്റെ മുൻകാല
ചരിത്രം നോക്കുമ്പോൾ അത്രയധികമൊന്നും ഇല്ലെന്ന് നമുക്ക് തോന്നാം. എങ്കിലും അത്ര ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോഴും ഈ വകുപ്പ് രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ട്. അതെന്തെങ്കിലും പരിഹരിക്കുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ ഓഫീസും ഒക്കെ നൽകുന്നത്. യെസ്, ഈ പറയുന്നത് പോലെ അരുൺ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. സാധാരണ നിലയിൽ നമുക്കറിയാം ഈ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് തന്നെ മന്ത്രിമാരുടെ പേരുകൾ തയ്യാറാക്കുമ്പോൾ തന്നെ ഏതാണ്ട് വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ആര് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണല്ലോ അരുൺ പലപ്പോഴും ഈ മന്ത്രിസഭയിലേക്ക് ആളുകൾ എത്തുക. പിന്നീട് ഘടകകക്ഷികൾക്ക് നൽകുന്ന വകുപ്പുകൾ അത് നമുക്കറിയാം, അതിനുമൊരു ശീലങ്ങളൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഏകദേശ ധാരണകളുണ്ട്. പക്ഷേ ഇന്നത്തേക്ക് തന്നെ, അതായത് ഇന്നലെ തന്നെ ഈ പോർട്ട്ഫോളിയോ അറിയേണ്ടതാണ്. പൊതുവിൽ അങ്ങനെയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. നേരത്തെ വി.ഡി. സതീശൻ തന്നെ പറഞ്ഞത് ശീലങ്ങളൊക്കെ മാറേണ്ടതല്ലേ, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ മാത്രം നോക്കേണ്ടതുണ്ടോ? ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും അദ്ദേഹം പ്രതിപക്ഷ നേതാവും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും ഒക്കെ ഒരുമിച്ചിരുന്നതിനെ ചൊല്ലി സംബന്ധിച്ചതാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒരു കീഴ്വഴക്കം എന്നതിനപ്പുറത്ത് കൃത്യമായി ഈ രാവിലെ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഉച്ചയ്ക്ക് മുമ്പ് അത് നൽകണമെന്നൊന്നും ഔദ്യോഗികമായില്ല. എങ്കിൽ പോലും നിലവിൽ നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രിയിലേക്ക് എത്തിയതിന് ദിവസങ്ങൾ എടുത്തു. 10 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയത്. അത് വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കി. പിന്നീട് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു പരിധിവരെയെങ്കിലും അത് അതിവേഗം പൂർത്തിയാക്കാൻ സാധിച്ചു. അതിൽ പോലും ചിലർക്ക് ഇടം ലഭിച്ചില്ല എന്ന അതൃപ്തി. അതുകൊണ്ട് തന്നെ അധികം നീട്ടിക്കൊണ്ട് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? വി.ഡി. സതീശൻ പറഞ്ഞത് അടുത്ത ദിവസം തന്നെ ഈ 21-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കൊക്കെ കടക്കുകയാണല്ലോ അരുൺ. അധികം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് സാഹചര്യം. കാരണം ഈ പോർട്ട്ഫോളിയോ തീരുമാനിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ലോക്ഭവൻ ഇറക്കിയാൽ മാത്രമേ മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളിൽ ഔദ്യോഗികമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ സ്വാഭാവികമായും കേവലം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആരോഗ്യ വകുപ്പ് എന്ന ഒരു ധാരണയുണ്ട്. പല മന്ത്രിമാർക്ക് അത് ധാരണയുണ്ട്. ധാരണയ്ക്ക് അപ്പുറത്തേക്ക് അവർക്ക് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് അടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഫയലുകൾ ഒപ്പുവെക്കാൻ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങണം. അല്ലെങ്കിൽ അതിനൊരു നിയമ സാധുതയില്ലാത്ത സാഹചര്യം ഉണ്ടാകും. ഗവർണറുടെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആണ് അതിന്റെ ഔദ്യോഗികമായ നടപടിക്രമം. അത് പാലിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വൈകുന്തോറും മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പുകൾ, എല്ലാ വകുപ്പിലും കുത്തഴിഞ്ഞ സംവിധാനമാണ്, സിസ്റ്റമില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെന്ന വിമർശനമാണ് UDF ക്യാമ്പ് തുടക്കം മുതൽ ഉന്നയിക്കുന്നത്. ഇപ്പോഴും അത്തരം വിമർശനങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ സാഹചര്യത്തിൽ അങ്ങനെ അവർക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു നടപടിക്രമം പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ ആ ദിവസം MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ സഭാ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ മന്ത്രിമാർക്ക് നിശ്ചയിച്ച വകുപ്പുകൾ ഏതൊക്കെയെന്നുള്ളത് പ്രധാനമാണ്. അതനുസരിച്ച് അവിടുത്തെ മറ്റ് നടപടിക്രമങ്ങളിലുമൊക്കെ അവർ പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥി ചർച്ച പോലെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല ഈ പോർട്ട്ഫോളിയോ വിഭജനം. അത് കൃത്യമായ തീരുമാനം, അല്ലെങ്കിൽ എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രി കൈവശം വയ്ക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും വേണം. പിന്നീട് തർക്കമൊഴിഞ്ഞ ശേഷം അതിൽ ഒരു തീരുമാനമെടുത്ത് പോകേണ്ടി വരും. അതിനൊന്നും വി.ഡി. സതീശൻ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. തൽക്കാലത്തേക്ക് അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത്. അത് അധികം വൈകാതെ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇന്നെങ്കിലും പോർട്ട്ഫോളിയോ വിഭജിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങാനുള്ള തീവ്ര ശ്രമത്തിലാണ് വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ ഓഫീസും ഒക്കെ ഇപ്പോഴുള്ളത്. യെസ്, അതായത് മന്ത്രിസഭ രൂപീകരിച്ചു, 21 മന്ത്രിമാർ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരുന്നു അങ്ങനെയൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതൊരു നേട്ടമായി തന്നെയാണ് വി.ഡി. സതീശൻ അവതരിപ്പിച്ചത്. അതിവേഗമല്ലേ ഞങ്ങൾ മന്ത്രിമാരെ തെരഞ്ഞെടുത്തത് എന്ന് പോലും ചോദിച്ചു. പക്ഷേ ആ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. അതിൽ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടും അവർക്ക് നൽകുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങളുണ്ട്. അതിനുശേഷമായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ച അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.